പ്രഭു കുടുംബത്തിലായിരുന്നു വിശുദ്ധ അൽഫോൺസ് ലിഗോരിയുടെ ജനനം. രാജകീയ നാവിക സേനയിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു വിശുദ്ധന്റെ പിതാവ്. പഠനത്തിൽ സമർത്ഥനായിരുന്ന അൽഫോൺസ് തന്റെ 16-ാമത്തെ വയസ്സിൽ സഭാ നിയമത്തിലും പൊതുനിയമത്തിലും ബിരുദധാരിയായതിനു ശേഷം 10 വർഷത്തോളം കോടതിയിൽ പരിശീലനം ചെയ്തു. ഒരിക്കൽ താൻ വാദിക്കുന്ന ഒരു കേസിൽ നീതിയുടെ ഒരംശം പോലുമില്ലെന്ന്, വെറും രാഷ്ട്രീയ പ്രേരിതം മാത്രമാണെന്നും അറിയുവാനിടയായ വിശുദ്ധൻ പുതിയ വഴി തിരഞ്ഞെടുക്കുകയായിരുന്നു. അദ്ദേഹം തന്റെ ജോലി ഉപേക്ഷിച്ച് തന്റെ ജീവിതം മുഴുവനും ദൈവസേവനത്തിനായി സമർപ്പിച്ചു. തുടർന്ന് 1726 പൗരോഹിത്യ പട്ടം സ്വീകരിച്ച അൽഫോൺസ് പ്രേക്ഷിത പ്രവർത്തനം നടത്തുന്ന ഒരു കൂട്ടം പുരോഹിതന്മാർക്കൊപ്പം ചേർന്നു. വിവിധങ്ങളായ അജപാലന പ്രവർത്തനങ്ങളിൽ വിശുദ്ധൻ മുഴുകി. നിരവധി പ്രേക്ഷിത പ്രവർത്തനങ്ങൾ നടത്തുകയും അവയ്ക്കു വേണ്ടി ആളുകളെ കണ്ടെത്തുകയും ചെയ്ത വിശുദ്ധന് അനുതാപത്തിന്റെ സഹോദരിമാരുടെ സന്യാസിനി സഭാ സ്ഥാപനത്തിന്റെ വളർച്ചയിൽ പ്രധാനപ്പെട്ട പങ്കാണുള്ളത്. 1749 ബെനഡിക്ട് 14 പാപ്പയാണ് രക്ഷകന്റെ സഭയ്ക്ക് അംഗീകാരം നൽകുന്നത്. അൽഫോൺസ് ലിഗോരിയായിരുന്ന സഭയുടെ ആദ്യത്തെ സുപ്പീരിയർ ജനറൽ. 1762 അൽഫോൺസ് നേപ്പിൾസിന് സമീപമുള്ള സാന്റ് അഗത ഡി ഗോഡിലെ മെത്രാനായി അഭിഷിക്തനായി. ഒരു മെത്രാൻ എന്ന നിലയിൽ വിശുദ്ധൻ തന്റെ രൂപതയിലെ അനാചാരങ്ങളെ തിരുത്തുകയും ദേവാലയങ്ങൾ പുനർനിർമ്മിക്കുകയും സെമിനാരികളെ നവീകരിക്കുകയും തന്റെ രൂപതയിൽ മുഴുവൻ സുവിശേഷം പ്രചരിക്കുകയും ചെയ്തു. 1768 വിശുദ്ധന് വളരെ വേദനാജനകമായ രോഗം പിടിപെടുകയും അദ്ദേഹം തന്റെ മെത്രാൻ പദവി ഒഴിയുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ അവസാന നാളുകളിൽ സഭയിലെ ഭിന്നതകൾ കാരണം വിശുദ്ധൻ അതീവ ദുഃഖിതനായിരുന്നു. 1787 ഓഗസ്റ്റ് 1 സലോണോയ്ക്ക് സമീപമുള്ള പഗനിയിൽ വെച്ച് ഇഗ്നേഷ്യസ് മരണമടയുമ്പോൾ അദ്ദേഹം സ്ഥാപിച്ച സഭ ഒരു വിഭജിക്കപ്പെട്ട സഭയായിരുന്നു. പാവങ്ങളുടെ സുവിശേഷകനായിരുന്നു അൽഫോൺസ് ലിഗോരിയെ. 1816 വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത്. 1839 അൽഫോൺസ് ലിഗോരിയെ വിശുദ്ധനായി പ്രഖ്യാപിച്ചു. ധാർമ്മിക ദൈവശാസ്ത്രത്തിനു വേണ്ടിയുള്ള വിശുദ്ധന്റെ മഹത്തായ പ്രവർത്തനങ്ങൾ കാരണം 1871 വിശുദ്ധനെ സഭയുടെ വേദപാരംഗതനായി പ്രഖ്യാപിക്കുകയുണ്ടായി.